അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ റമദാന് കടന്നു വരുമ്പോഴും ആ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ വിശ്വാസിയായ ബുദ്ധിയുള്ള മനുഷ്യൻ ശുദ്ധിയോടുകൂടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ പള്ളിപ്പെരുമാരിയുടെ അകത്തളത്ത് കയറി അവന്റെ എല്ലാ ഇബാദത്തുകളുടെ പിന്നിൽ ചെയ്യുന്നവര് ദുആ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ അവസാനത്തെ 10 നമ്മളൊക്കെ ദ്വാരക്കുന്നവരാണ്. റമദാനിന്റെ അവസാനത്തെ 10 നമ്മളെ ബിസിനസിന് വേണ്ടിയല്ല, നിസ്കരിച്ച് ഖുർആനോദി നന്മകൾ ചെയ്ത് എല്ലാ 5 നേര നിസ്കാരത്തിന്റെ ശേഷം ഇമാമിനോടൊപ്പം നമ്മൾ ദ്വാരക്കുന്നൊരു ദ്വാണ്ട്. ഒരുപാട് കടബാധ്യതകളുള്ളവരെ കൂട്ടത്തിലുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, പ്രാരാബ്ദങ്ങൾ നേരിടുന്നവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, ഭാര്യയുടെ അസുഖം, മക്കളുടെ പ്രയാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ, ദുഃഖത്തിന്റെ കോട്ട കുത്തളകങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ റമദാനിന്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ അവന്റെ ബിസിനസിന്റെ കാര്യം മാറ്റിവെച്ച്, അവന്റെ ഭാര്യയുടെ രോഗത്തിന്റെ കാര്യം മാറ്റിവെച്ച്, ജീവിതത്തിന്റെ ഇന്നലകളിൽ നേരിട്ട് പോയ പല പ്രയാസങ്ങളെയും പരിഭവങ്ങളെയും മാറ്റിവെച്ച് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ദ്വാരക്കലില്ലേ ചെമ്പരിക്കയിൽ? ഞാൻ ഒരു കൊല്ലമാണത്തിരി 6 മാസമായിട്ടുള്ളൂ വന്നിട്ട്. ദ്വാരക്കലില്ലേ? അല്ലാഹുവേ, എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, പടച്ചോനെ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, പടച്ചോനെ എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. നിങ്ങൾ പറയും ഉസ്താദ് എന്തോ വട്ടായില്ലേ, എന്നാലും ചിലപ്പോൾ ഉറക്കു വെച്ചിരുന്നത് അസുഖം എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? നമ്മളെല്ലാം അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിൽ കടന്നിട്ട് വേണ്ടേ? അപ്പൊ നമ്മൾ നരകത്തിലാണല്ലോ, നമ്മളെ പഠിച്ച നരകത്തിനാണ്. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ പോലൂത്ത ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള പള്ളിയിലുള്ള ഇമാമിങ്ങൾ ശുദ്ധമായ വെള്ളിയാഴ്ച പള്ളിയുടെ പരിശുദ്ധമായ മിമ്പറിന്റെ മിഹ്റാബിന്റെ അകത്തളത്തുള്ള മിമ്പറിൽ കയറി എല്ലാ കർമ്മങ്ങളും ചെയ്തതിന്റെ ശേഷം രണ്ടാം ഖുതുബ കഴിഞ്ഞ അവസാനം ഒരു ദ്വാരക്കാരുണ്ട്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ദ്വാരക്കാരല്ലേ പാലക്കാര? ഞമ്മ വരുന്ന തന്നെ കൈകെട്ടാനാകുമല്ലോ, പിന്നെ ഇത് കേട്ടിനാ നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, നല്ല പാലക്കാര. അങ്ങനെ ഒരു ദുആ ഇല്ലേ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ? എപ്പോ ദ്വാരക്കണേ? രണ്ട് ഖുതുബ കഴിഞ്ഞ ശേഷം. എന്താ അതിന്റെ അർത്ഥം? പടച്ചോനെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. എന്തിനേറെ അള്ളാഹുവിനോട് അറിയാതെ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ 5 തവണ പടച്ചവനോട് അഭയം തേടുകയാണ് നരകത്തിൽ നിന്ന്. എവിടെ? നമ്മുടെ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ അള്ളാഹിനോട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, പടച്ചോനെ നരകാഗ്നിയിൽ നിന്ന് എനിക്ക് കാവൽ നൽകണേ അല്ലാഹ്. പ്രധാനപ്പെട്ട 7 സമയങ്ങളുണ്ടോ ആ സമയങ്ങൾ മുഴുവനും നമ്മൾ പടച്ചവനോട് നരകത്തിൽ നിന്ന് അഭയം തേടുകയാണ്. കാരണം എന്താ? അള്ളാഹു നമ്മളെ പടച്ചത് നരകത്തിനാണ്. കാരണം നമ്മളെ ഗ്യാരണ്ടി ഇല്ല. ഇതിപ്പോ മറ്റേ എത്രയോ കൊല്ലം കഴിഞ്ഞ് എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് മക്കളായിട്ട് അതിന് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇന്നാവാം, നാളത്തെ രാത്രിയിലാവാം, നാളത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോ ചെമ്പരിക്ക പള്ളിയുടെ പള്ളിപ്പെരുമാരന്റെ 6 അടി മണ്ണിൽ കിടക്കുന്ന സമയത്താവാം. അതിന് കുറെ സമയമുണ്ടാ. ഇന്നലെ എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ മരിച്ചു. നബിദിന ഘോഷയാത്രക്ക് നടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരുപാട് വയസ്സില്ല, എന്റെ പ്രായമുള്ള 36കാരനായ 2 മക്കളുടെ വാപ്പയായ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഇന്നലെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വാലന്റീൻസ് ഗ്രൂപ്പ്, അതിൽ എന്നെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സംസാരിച്ച വാലന്റീൻസിന്റെ വൈസ് ക്യാപ്റ്റനായ ഒരു പ്രിയപ്പെട്ട ലത്തീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ രാവിലെ 3 മണി വരെ നബിദിനത്തിന് വേണ്ടി പണിയെടുത്തവൻ, വിദ്യാർത്ഥികൾക്കുള്ള കലാപരിപാടികൾക്ക് വേണ്ടി പ്രയത്നിച്ചവൻ, ഇന്ന് ആ നാട്ടിൽ പരിപാടി നടക്കുമ്പോ അവൻ കിടക്കുന്നത് ആ പള്ളിയുടെ പള്ളിപ്പെരുമാരുള്ള 6 അടി മണ്ണിലാണ്. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ. എത്രയോ ആളുകൾ ഈ നാട്ടിലുള്ള പല സഹോദരിമാരും മരിച്ചുപോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന്റെ മുമ്പ് സ്വർഗം തേടി പടച്ചവന്റെ പൊരുത്തം കിട്ടി മരിക്കണമെന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഭൗതിക ലോകം കൊണ്ടെന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇതിലില്ല.
അല്ലാതെ ഭൗതികം ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്യാനും അതിക്രമങ്ങൾ ചെയ്യാനും അല്ലാഹനെ മറന്ന് പള്ളിയെ മറന്ന് ഇബാദത്ത് മറന്ന് നന്മകളെ സർവ്വതും മറന്നുകൊണ്ട് രാജാതിരാജനായ റബ്ബിന്റെ വെളിയാളം വരുമ്പോ എല്ലാം ഇവിടെ ഭാര്യ മക്കൾക്ക് വിളിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ കൈമലർത്തി 3 പട കഫൻ തുണിയിൽ പോയി ചെമ്പരിക്ക പള്ളിയുടെ പള്ളി പെരുമാറിൽ കിടക്കാൻ വേണ്ടിയല്ല നിങ്ങളല്ല പഠിച്ചത്. മറിച്ച് ഈ ജീവിതത്തിന് ഒരു ധർമ്മമുണ്ട്. ഈ ജീവിതത്തിനൊരു എന്റെ പ്രിയപ്പെട്ടവർ അധാർമികതയിൽ നിന്ന് രക്ഷപ്പെടുത്തി നരകത്തിൽ നിന്ന് കാവൽ തേടാനാണ് അല്ലാഹു തആല ദുനിയാവിലേക്ക് പഠിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. ദുനിയാവ് അത്രയല്ലേ ഉള്ളൂ. അന്തസ്സുള്ളൊരു ദുനിയാവ് ഇല്ല ഇവിടെ സ്ഥിരവാഴ്വ്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. കവികൾ ഉണ്ടാക്കിയ കവിതാശകരം പറഞ്ഞു വരുന്നത് അല്ലാഹു തആല നരകത്തിന് വേണ്ടി പടച്ച നമ്മൾ ദുനിയാവിലേക്ക് അല്ലാഹ് പടച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ പടച്ചത് നരകത്തിന് വേണ്ടിയാണ്, നല്ല പണിയെടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഒരു സീറ്റ് എടുത്തിട്ട് വാന്ന് അല്ലാഹു തആല ദുനിയാവിലേക്ക് നമ്മൾ അയച്ചു. അപ്പൊ മനുഷ്യരെ പടച്ചത് നരകത്തിനാണ്. ആരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറയുന്നതാരാ? എന്നെ പോലൂത്ത ഒരു വഅദിന്റെ ഉസ്താദല്ല ഇത് പറയുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മണൽപ്പരപ്പിൽ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, വിജ്ഞാന വില്ലരിയിൽ ഇരുത്തിക്കൊണ്ട് പറയുകയാ, സ്വഹാബാ സ്വഹാബാ, മാനവ സമുദായത്തെ അല്ലാഹു തആല പടച്ചത് നരകത്തിന് വേണ്ടിയാണ്. സ്വഹാബാ, ഈമാനുള്ള തഖ്വയുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ആത്മാഭിമാനമുള്ള അല്ലാഹുവിന്റെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഇത് വിളംബരം ചെയ്യുമ്പോ സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറയുകയാ, പൊട്ടിക്കരയുകയാണ്. ആ കൂട്ടത്തിലുള്ളവര് പൗരപ്രമുഖനാ. എന്നെ പോലൂത്ത ഒരു വഅദിന്റെ ഉസ്താദല്ല ഇത് പറയുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മണൽപ്പരപ്പിൽ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, വിജ്ഞാന വില്ലരിയിൽ ഇരുത്തിക്കൊണ്ട് പറയുകയാ, സ്വഹാബാ സ്വഹാബാ, മാനവ സമുദായത്തെ അല്ലാഹു തആല പടച്ചത് നരകത്തിന് വേണ്ടിയാണ്. സ്വഹാബാ, ഈമാനുള്ള തഖ്വയുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ആത്മാഭിമാനമുള്ള അല്ലാഹുവിന്റെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഇത് വിളംബരം ചെയ്യുമ്പോ സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറയുകയാ, പൊട്ടിക്കരയുകയാണ്. ആ കൂട്ടത്തിലുള്ളവര് പൗരപ്രമുഖനായ സ്വഹാബി എഴുന്നേറ്റുകൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ലോകത്തിന്റെ നേതാവേ, നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട സാധുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ജ്ഞാനമുണ്ടല്ലോ നബിയേ, ഈ പറഞ്ഞ കൂട്ടത്തിൽ ജ്ഞാനമുണ്ടല്ലോ നബിയേ, ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സദഖ ചെയ്യുന്നവനാ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് നബിയേ. നരകത്തെ ഊഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ, ആ നരകത്തിന് ആലോചിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. കത്തിയാളുന്ന ഭയാനകരമായ ബീഭത്സമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു ചെറിയ മാർഗം പറഞ്ഞു തരുവോ? എന്റെ ശരീരത്തിൽ ഞാൻ ബലിയർപ്പിക്കാൻ സന്നദ്ധനാ, എത്ര ത്യാഗങ്ങൾ ചെയ്യാനും സന്നദ്ധനാ, ലോകം മുഴുവനും ത്യജിക്കാൻ സന്നദ്ധനാണ് നബിയേ. സ്വർഗമല്ല, സ്വർഗത്തിന്റെ ഒരു സിറ്റ് ഔട്ട് മതി നബിയേ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം പറഞ്ഞു തരൂ എന്ന് പരിശുദ്ധ നബിയെ. എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാവുക? എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ ഗുണകാംക്ഷിയാവുക? ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ, ഖുർആൻ ഓതിയത് കൊണ്ടോ, സദഖ ചെയ്തത് കൊണ്ടോ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ ഞാൻ സഞ്ചരിച്ചത് കൊണ്ടോ, എല്ലാവരും അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുടുചമ്പനം നൽകി രാത്രികളെ പകലുകളാക്കി സ്വർഗ സമാനമായ സുഖങ്ങൾ പങ്കിടുന്ന നേരത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ കഥ തുറന്നുകൊണ്ട് നിസ്കരിച്ചത് കൊണ്ട് ഞാൻ നല്ലവനാണെന്ന് പറയാൻ പറ്റോ നബിയേ? അതുകൊണ്ട് ഞാൻ ഗുണകാംക്ഷിയാണെന്ന് പറയാൻ പറ്റോ നബിയേ? വല്ലാത്തൊരു ചോദ്യം.
വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാന്റെ പരിശുദ്ധ റസൂലിനോട് ചോദിക്കുന്നത്. നബിയേ, നിസ്കരിച്ചത് കൊണ്ട് നമ്മളൊക്കെ വിചാരം എങ്ങനെയാ? ഫാനില്ല, മോശമില്ല, മൈക്കൊന്നും ഉണ്ടായിരുന്നു, ആകെയുള്ളത് നിന്റെ പവറിലാണ്, ഈ ബൊബ്ബെടുന്നത് നിന്റെ പവറിൽ, നിന്റെ ക്രെഡിറ്റ് ഫുള്ള് നിൽക്കാൻ. മനസ്സിലായോ? ഇതാക്കിയാണ് മംഗലം ഉഷാറാണെങ്കിൽ ഫുഡ് നന്നാവും, അല്ലേ? വയത് ഉഷാറാണെങ്കിൽ ബോക്സ് നേരം. അതേതൊരു വിഷയങ്ങൾ എത്രയേ ഉള്ളൂ. അല്ല, നമ്മളൊക്കെ വിചാരം കുറച്ച് നിസ്കാരക്കാര്, കുറച്ച് നോമ്പുകാര്, അള്ളാഹ് കുറച്ച് സദഖയും ചെയ്തു, പഠിച്ചവനെ പള്ളിയിലേക്ക് താജ്, നമ്മൾ സ്വർഗം കിട്ടിയ ആളെ പോലെ ബാക്കിയുള്ള ആളെ കുറ്റം പറയാം. ഉസ്താദെ, അവൻ പള്ളിക്ക് വരുന്ന, അവൻ ബീച്ചിൽ ഇരുന്നിട്ട് കഥ പറയുന്നത്. ചില ആളങ്ങനെ പറയാറുണ്ട്, ഉസ്താദെ നബിദിന ജാഥക്കുണ്ടല്ലോ കുറെ ബാലക്കാർ പച്ചയും കേട്ടിട്ട് വിളിച്ചിട്ട് പള്ളിക്ക് വരുന്നോ, അല്ലേ? നിസ്കരിക്കുന്നില്ല ഉസ്താദെ. മോനെ, നീ നിസ്കരിച്ചത് കൊണ്ട് ബച്ചാവാവും വിചാരിക്കണ്ട, അത് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. പണ്ട് മൂസാ നബിയുടെ അനുയായി നിങ്ങൾക്കറിയോ? മൂസാ നബിയുടെ കാലഘട്ടത്ത് ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ, താമ്മാടിച്ച പേരും കുടിയൻ, കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, വ്യഭിചാരി, എന്തെല്ലാം നിങ്ങൾക്ക് ബിരുദം കൊടുക്കാൻ പറ്റുമോ ആ ബിരുദമെല്ലാം നേടിയ മനുഷ്യനാണ്. നാട്ടുകാരനെ അയാളെ ഒറ്റപ്പെടുത്തി, ജമാഅത്തിന് പുറത്താക്കി. മൂസാ നബി ഓനെ കാണുമ്പോൾ സപ്പോർട്ടാക്കി. ആരെയും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടുകൊണ്ട് വിലയിരുത്തണ്ട. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മഹാനായ മൂസാ നബി കാട്ടിലെ കൊണ്ടിട്ടില്ല. നാട്ടിലെ ഓൻ വന്നാല് ഓനെ ഈ ഖബർസ്ഥാനിൽ മറമാടിയാൽ, നമ്മുടെ നാട്ടിലുള്ള പള്ളിക്കാട്ടിൽ അവനെ മറവ് ചെയ്താൽ വലിയ കുഴപ്പാവും. കാരണം ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് അവന്റെ അദാബ് കിട്ടും, അവന്റെ ഖബറിലേക്ക് വരുന്ന തീക്കണൽ മറ്റുള്ള പരിസരവാസികളായ ഖബറാളികളെ കത്തിക്കരിക്കുമെന്നുള്ള ഭയത്തോടെ കൊണ്ടുപോയിട്ട് കാട്ടിലെറി. അല്ലാഹു തആല മൂസാ നബിക്ക് വിളിച്ചു, മൂസാ, നല്ല ഒരു മനുഷ്യനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് നിന്റെ അനുയായികൾ എറിഞ്ഞിരിക്കുക, അവനെ കൊണ്ടുവന്ന് നിന്റെ പള്ളിക്കാട്ടിൽ സംസ്കരിക്കണം മൂസാ. മൂസാ നബി ചിരിച്ചിട്ട് പറഞ്ഞു, പഠിച്ചവനെ, എനിക്കത് ചിലപ്പോ മിസ്റ്റേക്ക് ആയതായിരിക്കും. കാരണം അവനെ പോലത്തെ തമ്മാടി ലോകത്തില്ല. കള്ളു കുടിച്ചവൻ, പെണ്ണു പിടിച്ചവൻ, വ്യഭിചരിച്ചവൻ, തിന്മകൾ ചെയ്തവൻ, അനാശാസ്ത്ര പ്രവണതകളിലൂടെ സഞ്ചരിച്ചവൻ, അവനെ കുറിച്ചാണ് റബ്ബ് നീ പറയുന്നത്? അതെ, ഇരിക്കുന്ന സദസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് മൂസാ നബി ചോദിക്കുന്നത്, എങ്ങനെ റബ്ബേ ഇത്രയും വലിയ തിന്മ ചെയ്ത മനുഷ്യനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ടിൽ മറവ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താ ചോദിക്കുമ്പോ അല്ലാഹു തആല പറയാണ്, നിന്റെ അനുയായിയാണല്ലോ മൂസാവൻ. ഒരു ദിവസം നിനക്ക് ഞാൻ നൽകിയ തൗറാത്ത് ഇങ്ങനെ എടുത്ത് തുറന്നു നോക്കുമ്പോ അതിൽ മുഹമ്മദ് എന്ന് പറയുന്ന പേരവൻ കണ്ടു. ആ പേര് കണ്ടപ്പോ അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ എല്ലാ തിന്മകളെയും ഞാൻ കരിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിസ്കരിച്ച ആള് വിചാരിക്കണ്ട, തഹജ്ജുദിന്റെ വന്ന് പള്ളിയിൽ ഉസ്താദിനെ പോലും ബാങ്കിന് വിളിക്കുന്ന ആളുകൾ വിചാരിക്കണ്ട ഞാൻ രക്ഷപ്പെടാനാണ് നിസ്കരിച്ചത്. അത് അള്ളാഹ്ക്ക് ചെയ്തു വിട്ടേണ്ട കടപ്പാടാണ്. അതുകൊണ്ട് നമ്മൾ നല്ലവനാണെന്ന് പറയാൻ പറ്റുമോ നബി എന്ന് ചോദിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ, ഖുർആൻ ഓതിയത് കൊണ്ടോ, സ്വതക ചെയ്തത് കൊണ്ടോ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചത് കൊണ്ടോ നീ നല്ലവനാണെന്ന് പറയാൻ പറ്റൂലടാ. ആ സമയത്താണ് ആ സ്വഹാബി മുത്തുനബിയോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, പിന്നെ മുത്തുനബിയെ എന്നെ എങ്ങനെയാണ് നല്ലവനാണെന്നറിയുക? ഞാൻ എങ്ങനെയാണ് മുത്തുനബിയെ നല്ലവനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഈ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ നിന്ന്, ഈ മസ്ജിദുൻ നബവിയുടെ ഉള്ളറയിൽ നിന്ന് നീ ഇറങ്ങിച്ചെന്ന് നിന്റെ വീടിന്റെ പടിവാതിക്കൽ കടന്നു ചെല്ലുന്നതിന്റെ മുമ്പ് ഒരാളോട് പോയി നീ ചോദിക്കണേ, നീ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന് ചോദിക്കേണ്ടത് ആ ഒരാളോടാണ്. ആ ഒരാളെങ്ങാലും നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് നിർബന്ധമാ. ആ ഒരാളെങ്ങാലും നീ മോശപ്പെട്ടവനാ, നീ ഗുണകാംക്ഷിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ നരകം നിനക്ക് നിർബന്ധമാ. ആ സമയത്താണ് ആ സ്വഹാബി മുത്തുനബിയോട് ചോദിക്കുന്നത്, ഞാൻ നല്ലവനാണെന്ന് ഗുണകാംക്ഷിയാണെന്ന് ചോദിക്കേണ്ട ഒരാൾ ആരാണ് നബിയേ? എന്നെ 9 മാസവും 10 ദിവസവും ഒരുപാട് പ്രയാസങ്ങളും യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് 2 ജീവനെ ഒന്നായി കണ്ട് രാത്രികളെ പകലുകളാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണോ നബിയേ? താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടി എന്നെ വളർത്തിയ എന്റെ പ്രിയപ്പെട്ട വാപ്പയോടാണോ നബിയേ? രാത്രി